ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു കോംബോയായിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ. ബിഗ് ബോസിൻ്റെ തുടക്കത്തിൽ തന്നെ സൗഹൃദത്തിലാവുകയും പെട്ടെന്ന് റിലേഷൻഷിപ്പ് ട്രാക്ക് മാറ്റുകയും അതിനൊരു ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് പരസ്പരം അഭിനയിക്കുകയും ചെയ്ത ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അന്ന് വളരെ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. ബിഗ് ബോസ് സീസൺ 6ൻ്റെ റേറ്റിംഗും പ്രോഗ്രാമും മുന്നോട്ട് കൊണ്ടുപോയതും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഫ്രണ്ട്ഷിപ്പായിരുന്നു. എന്നാൽ പകുതിക്ക് വെച്ച് ഗബ്രി പുറത്തായതോടുകൂടി ജാസ്മിൻ 100 ദിവസം വരെ ഹൗസിൽ ഉണ്ടായിരുന്നു. 3ാം സ്ഥാനത്തേക്കാണ് ജാസ്മിൻ എത്തിയത്. തുടക്കത്തിൽ മികച്ച പ്രകടനമായിരുന്നു ജാസ്മിൻ കാഴ്ചവെച്ചത്. എന്നാൽ ഈ ഫ്രണ്ട്ഷിപ്പ് ട്രാക്കിലേക്ക് എത്തിയതോടുകൂടി ജാസ്മിൻ്റെ കളികളും പ്രേക്ഷകർ വെറുത്തു തുടങ്ങി. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം വരെ ജാസ്മിൻ്റേത് മുടങ്ങിപ്പോയിരുന്നു. പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷവും ഇരുവരും ഫ്രണ്ട്ഷിപ്പ് വിടാതെ സൂക്ഷിക്കുന്നുണ്ട്. അതിന് വലിയ അംഗീകാരമാണ് ഇപ്പോൾ പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇരുവരെയും കാണാനും അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനും പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും ജാസ്മിൻ്റെ വീഡിയോയ്ക്ക് താഴെയായി ഗബ്രിയെക്കുറിച്ചും ഗബ്രിയുടെ വീഡിയോയ്ക്ക് താഴെയായി ജാസ്മിനെക്കുറിച്ചും പ്രേക്ഷകർ അന്വേഷിക്കാറുണ്ട്. ഇരുവരും ഒന്നിച്ചെത്തുന്ന വീഡിയോകളും ഏറ്റവും കൂടുതൽ ഹിറ്റായാണ് സോഷ്യൽ മീഡിയയിൽ മാറുന്നത്. ബിഗ് ബോസിന് ശേഷം താൻ വലിയൊരു ട്രോമയിലൂടെയാണ് കടന്നുപോയതെന്ന് ജാസ്മിൻ പലപ്പോഴായി പറഞ്ഞിരുന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് ഒറ്റയ്ക്ക് കരുത്തായി മുന്നേറുകയാണ് ജാസ്മിൻ. ഇടയ്ക്കിടയ്ക്ക് ഇരുവരും ഒരുമിച്ച് യാത്രകൾ ചെയ്യാറുണ്ട്, വീഡിയോയും ചെയ്യാറുണ്ട്. ആ വീഡിയോയെല്ലാം ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകരും സ്വീകരിക്കുന്നത്. സിജോയുടെ കല്യാണത്തിനുൾപ്പെടെ ആഘോഷമാക്കാൻ ജാസ്മിനും ഗബ്രിയും എത്തിയിരുന്നു. ബാച്ചിലർ പാർട്ടി മുതലുള്ള ചടങ്ങുകളിലും ഇരുവരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സിജോയുടെ കല്യാണത്തിന് ശ്രദ്ധിക്കപ്പെട്ടതും ജാസ്മിനും ഗബ്രിയും തന്നെയായിരുന്നു. ഗബ്രി ജാസ്മിനെ എപ്പോഴും ചേർത്ത് നിർത്തുന്നതിന് പ്രത്യേകം അഭിനന്ദനങ്ങളും ഗബ്രി അർഹിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകർ പലപ്പോഴായി പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരെയും ഒരുമിച്ച് കാണാത്തതിൻ്റെ ആകാംക്ഷയിലായിരുന്നു ആരാധകർ. ജാസ്മിൻ്റെ വീഡിയോയ്ക്ക് താഴെയായി ഗബ്രി എവിടെയെന്ന് നിരവധി പ്രേക്ഷകരാണ് അന്വേഷിച്ചത്. എന്നാൽ ജാസ്മിൻ ഇതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. നിലവിൽ ഹോങ്കോങ്ങിലാണ് ഗബ്രി ഉള്ളത്. തൻ്റെ ഇൻ്റർനാഷണൽ ടൂർ അടിച്ചു പൊളിക്കുകയാണ് ഗബ്രി. ജീവയും അപർണ തോമസും അതുപോലെ തന്നെ സാനിയ ഈയപ്പനും ഒക്കെ ഗബ്രിയോടൊപ്പമുണ്ട്. എല്ലാവരും കൂട്ടായാണ് ഇത്തവണത്തെ ട്രിപ്പ് പോയത്. എന്നിട്ടും ജാസ്മിനെ എന്തേ കൂടെ കൂട്ടാഞ്ഞതെന്നാണ് ആരാധകരുടെ സംശയം. നിലവിൽ ജാസ്മിനും തൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ യാത്രയ്ക്കായി ഒരുങ്ങിയിരിക്കുകയാണ്. ഒറ്റയ്ക്കാണ് ജാസ്മിൻ ഇത്തവണ പോയിരിക്കുന്നത്. തായ്ലൻഡിലേക്കാണ് തൻ്റെ ടൂർ അടിച്ചു പൊളിക്കാൻ ജാസ്മിൻ പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൻ്റെ വീഡിയോ ജാസ്മിൻ പുറത്തുവിട്ടത്. എന്നാൽ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളുടെ വീഡിയോകളൊന്നും ഇതുവരെ ജാസ്മിൻ്റെ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കുറച്ച് ഫണ്ണായിട്ടാണ് ജാസ്മിൻ വീഡിയോ ചെയ്തത്. ഇതിനെതിരെ കുറേ ആളുകളെങ്കിലും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. തമാശ കളിക്കാതെ വെകിളി പിടിച്ച പെൺകുട്ടിയെപ്പോലെ നടക്കാതെ കുറച്ചൊക്കെ സീരിയസ് ആയി ജാസ്മിൻ പെരുമാറണമെന്നാണ് ആളുകൾ പറയുന്നത്. തന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ് ഗബ്രി. ജാസ്മിനെ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നതും ഗബ്രിക്കാണ്. ചിലപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലൈഫ് പാർട്ട്ണറായും ഗബ്രി തിരിച്ചു വരുമായിരിക്കും. എന്നാൽ ഗബ്രിയും ജാസ്മിനും പിരിഞ്ഞോ എന്നും നിരവധി ആളുകളും ചോദിക്കുന്നുണ്ട്. ഇതിനോടൊന്നും തന്നെ ജാസ്മിൻ പ്രതികരിക്കുകയോ ഗബ്രിയെക്കുറിച്ച് ഒരു വാക്ക് പോലും വീഡിയോകളിൽ മിണ്ടുകയോ ചെയ്തിട്ടില്ല. ഗബ്രിയും ഇതേ ദിവസങ്ങളിൽ ജാസ്മിനെക്കുറിച്ച് ഒന്നും പറയുകയോ വീഡിയോയുമായി വരികയോ ചെയ്തിട്ടില്ല. അതിനിടയിലാണ് പുതിയ ഒരു പയ്യനുമായുള്ള ജാസ്മിൻ്റെ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. എന്നാൽ ഫോട്ടോയിൽ ജാസ്മിനോടൊപ്പമുള്ള പയ്യൻ ആരാണെന്ന് ആളുകൾക്കറിയില്ല. ഇതാരാണെന്ന് ജാസ്മിനോട് നിരവധി ആളുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും തിരിച്ച് റിപ്ലൈ ഒന്നും ജാസ്മിൻ ചെയ്തില്ല. ഇത് ജാസ്മിൻ്റെ ബെസ്റ്റിയാണെന്നും കാമുകനാണെന്നുമൊക്കെ കമൻറ്റുകളുണ്ട്. മാത്രമല്ല ഇവൻ കാരണമാണ് ഗബ്രി ജാസ്മിനെ ഉപേക്ഷിച്ചു പോയതെന്നും ഇപ്പോൾ ഇരുവരും തമ്മിൽ ബന്ധമില്ലാത്തതെന്നും തുടങ്ങി നിരവധി കമൻറ്റുകളാണ് ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെയായി ചെയ്യുന്നത്. നിരവധി ആളുകളാണ് ഈ ചിത്രത്തിന് മോശം കമൻറ്റുമായി എത്തിയിരിക്കുന്നത്. ജാസ്മിനെ കരിവാരി തേക്കുന്ന തരത്തിലും അപമാനിക്കുന്ന തരത്തിലുമുള്ള കമൻറ്റുകളാണ് പ്രചരിക്കുന്നത് മുഴുവനും. ജാസ്മിൻ്റെ പുതിയ കാമുകനാണ് ഇതെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. എന്നാൽ ഇതൊരു ആൽബം ഷൂട്ടിൻ്റെ ഭാഗമാണെന്നാണ് ചിലർ പറയുന്നത്. ഫോട്ടോഷൂട്ടോ ആൽബം ഷൂട്ടോ എന്തോ ആണ്. അതിൻ്റെ ഫോട്ടോകളാണ് പ്രചരിക്കുന്നതെന്നാണ് വാസ്തവം. അല്ലാതെ ഇത് ജാസ്മിൻ്റെ കാമുകനല്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. ജാസ്മിൻ ഗബ്രിയെ തേച്ചു, പഴയത് പോയി പുതിയ കാമുകൻ വന്നു. ഇത് ബെസ്റ്റിയാണ്, ജാസ്മിൻ്റെ കാമുകനല്ല.
എന്നാൽ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ അല്ലയോ എന്ന് ഞങ്ങൾ തുറന്നു പറയില്ല. പക്ഷേ ഞങ്ങൾ വിവാഹം കഴിക്കുമോ എന്നും ഞങ്ങൾക്കിപ്പോൾ പറയാൻ കഴിയില്ല തുടങ്ങി നിരവധി കമൻറ്റുകളാണ് ആളുകൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് ജാസ്മിൻ്റെ 7ാമത്തെ കാമുകനാണെന്നാണ് ചിലരുടെ വാദം. ജാസ്മിനെ വെറുതെ വിടൂ, അവൾ എങ്ങനെങ്കിലും മനസ്സമാധാനമായി ജീവിച്ചോട്ടെ എന്ന് ചിലർ പറയുന്നുണ്ട്. ജാസ്മിൻ തന്നെ ഇതിനെതിരെ രംഗത്ത് വരണമെന്നും ജാസ്മിൻ തന്നെ വന്ന് വ്യക്തത വരുത്തണമെന്നുമാണ് ആരാധകരുടെ ആവശ്യം.